ഡാ, നിനക്ക് ശമ്പളം കിട്ടിയില്ലേ? ഇന്ന് 3-ാം തീയതി ആയല്ലോ. ആ കിട്ടി. അതെന്താ തരാൻ ഒരു ബുദ്ധിമുട്ട്? നിന്റെ ഈ നക്കാപ്പിച്ച ശമ്പളം കൊണ്ട് മാത്രമൊന്നും ഈ കുടുംബം കഴിഞ്ഞു പോവില്ല. എന്തോ എനിക്ക് കിട്ടുന്ന പെൻഷൻ കാശും കൂടി ഉള്ളത് കൊണ്ട് ഈ കുടുംബം നന്നായി മുന്നോട്ട് പോകുന്നു, അത്ര തന്നെ. ഓ എന്താ പറയുന്നത് കേട്ടില്ലേ നിങ്ങളുടെ ഉമ്മ? മാസം 30,000 രൂപയെ നിങ്ങളുടെ ശമ്പളം മുഴുവൻ കൊടുത്തിട്ട് കൂടിയിട്ടാണ് ഉമ്മ ഇങ്ങനെ പറയണത്. എന്തിനിങ്ങനെ എല്ലാ ശമ്പളവും കൊടുക്കണത് ഉമ്മാനടുത്ത്? എന്തെങ്കിലും ഇത്തിരി മാറ്റി വെച്ചൂടെ? നാളെ മനാർക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ? ഉമ്മ അതിനെല്ലാം ഒന്നും ചെലവാക്കൊന്നുമില്ല, എടുത്തു വെക്കുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉമ്മ സഹായിക്കാണ്ടിരിക്കോ? ഇങ്ങനെ പറയേണ്ടതെന്നേ ഉള്ളൂ, നീ അത് കാര്യാക്കണ്ട. പിന്നെ ഞാൻ നീ വരാൻ വൈകുണ്ടാ, നീ ഭക്ഷണം കഴിച്ച് കടന്നോ. ശരി. ഉമ്മാന്റെ അടുത്ത് ചോദിച്ചാ കിട്ടും. ഉമ്മ എന്താ നീ ഇങ്ങോട്ട് വരണൊന്നുമില്ലേ? 2 മാസമായില്ലേ വന്നിട്ട് പോയിട്ട്? ഒഴിവ് വേണ്ടമ്മ, ഇവിടെ ഒരേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്, വീട് പണിയല്ലേ. ഉമ്മ ഞാനിപ്പോ വിളിച്ചതേ, ഒരു 1.5 ലക്ഷം രൂപ ഉമ്മാന്റെ അടുത്ത് ഉണ്ടാവുമോ? 1.5 ലക്ഷം രൂപയാ? എന്തിനാണ്ടി? അല്ലമ്മ, മരുമകൻ ചോദിക്കാൻ പറഞ്ഞേ, അതാണ്. മരുമകൻ ചോദിക്കാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മോശമല്ലമ്മ. എന്തായാലും പെട്ടെന്ന് തരാ. ടൈലിടാനാണമ്മ, വീട് പണിയല്ലേ. അപ്പൊ പൈസന്റെ കുറച്ച് ഷോർട്ട് വന്നപ്പോഴേ നിങ്ങളെ കൊണ്ട് ചോദിക്കാൻ പറഞ്ഞതാണ് മരുമാനി. 1.5 ലക്ഷം രൂപയല്ലേ? അതൊക്കെ തരാം, നീ ഇങ്ങോട്ട് വാ. അങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് കാണട്ടെ ഞാൻ. ഇപ്പൊ 2 മാസമായി നീ ഇവിടെ വന്നിട്ട് പോയിട്ട്. പിന്നെ പൈസ തിരിച്ചു തരാൻ നിൽക്കുമൊന്നും വേണ്ട. മരുമകൻ എന്താ വിചാരിക്കുക? വീട് പണിക്ക് ഇവിടെ നിന്റെ വീട്ടിൽ നിന്ന് തന്നതൊക്കെ തിരിച്ചു ചോദിച്ചെന്ന് വിചാരിക്കില്ലേ? അത് തരുമൊന്നും വേണ്ട. അവന്റെ പൈസ മുഴുവൻ എന്റെ അടുത്തല്ലേ തരുന്നത്. അതുകൊണ്ട് ഇവിടെ അധികം ചെലവൊന്നുമില്ലേ. അവന്റെ പൈസക്ക് ഞാൻ എടുത്തു വെക്കും. പിന്നെ എന്റെ പെൻഷൻ കാശ് കിട്ടണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ വീട്ടിലത്തെ ചെലവുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ വരുമ്പോ ഒരു ഓട്ടോ എടുത്തിട്ട് വാ. ഇവിടെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. അവിടെ കൊണ്ടുപോയിട്ട് എണ്ണയാട്ടാലോ എന്ന് എനിക്ക്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ആട്ടി വെച്ച എണ്ണ തന്നെ ഉണ്ട്, അതൊന്നും ചെലവാക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യത്തെ തേങ്ങ മുഴുവൻ നീ കൊണ്ടുപോയിക്കോ. ശരി മാ. വാ. ഇന്നെ വരുന്നുണ്ടാ? ഞാൻ ഇന്നെ വരാം. എന്നാ ശരി, വാ. ഇതാരാ ഈ നേരത്തെ ഫോൺ വിളിക്കണേ? ഹലോ, ഷമീറിന്റെ വീടാ? ഇതേ എന്റെ വീടാണ്. എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, അല്ലാണ്ട് ഷമീറിന്റെ വീടൊന്നുമല്ല. ആക്സിഡന്റാ? എപ്പോ? ഏത് ഹോസ്പിറ്റലില്? വരാ. ഫോൺ വെച്ചോ. പണിയൊക്കെ കഴിഞ്ഞാ? കഴിഞ്ഞുമ്മ. ഇനി ഉപ്പേരിയും കൂടി ഒന്ന് വെക്കണം, അത്രേ ഉള്ളൂ. അതവിടെ വെച്ചോ, അത് ഞാൻ നോക്കിക്കോളാം. നീയേ അവനക്ക് എന്തോ ആക്സിഡന്റ് എന്തോ ആയി പറഞ്ഞിട്ടേ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ആരോ. നീ പോയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കിയിട്ട് വാ. ഒരു ഓട്ടോ എടുത്ത് പോയിക്കോ. ഉമ്മ, എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല ഓട്ടോയ്ക്ക് കൊടുക്കാൻ. പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ? എന്നാ എന്റെ അടുത്ത് ഇത് 1,500 രൂപ ഉണ്ട്. ഇത് വെച്ചോ. ഇവിടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ. ഇനിയിപ്പോ അവിടെ പോയിട്ട് കൂടുതൽ എന്തെങ്കിലും പൈസന്റെ ആവശ്യം വന്നാലേ നിന്റെ ആ കയ്യിൽ കിടക്കുന്ന വളയുണ്ടല്ലോ, അത് വെക്കേ പണയം വെക്കേ എന്താ വെച്ച് ചെയ്യ്. എന്റെ അടുത്ത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. പഠിച്ചോനെ ഒന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്തിനാ ഇത്രയൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്? അത് 1 മാസത്തിന് വാങ്ങിയതാണ്, ഒരാഴ്ച കൊണ്ട് തീർക്കണ്ട. നിന്റെ കുറച്ച് ധാരാളത്തൊക്കെ മുമ്പത്തെ പോലെ ഉള്ളതൊക്കെ കുറക്കി. നിന്റെ കെട്ടിയവൻ ഇപ്പൊ ജോലിക്കൊന്നും പോണില്ല, എല്ലാ ചെലവും ഈ വീട്ടിൽ ഞാനാ നോക്കണത്, അത് മറക്കണ്ട. എല്ലാം കുറച്ച് എടുത്ത് ചെലവാക്ക്. ഞാനിവിടെ എന്ത് ധാരാളത്തോടൊന്നും കാണിക്കുന്നത്? ഞാൻ ഒന്നും വേസ്റ്റ് ആക്കി കളയുന്നില്ലല്ലോ. തലേ ദിവസത്തെ ചോറും കൂട്ടാനൊക്കെയല്ലേ ഞാൻ കഴിക്കുക, നിങ്ങൾക്ക് പുതിയത് ഉണ്ടാക്കി തരുമ്പോഴും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. അങ്ങനെയൊക്കെ മതി. ഇത്തിരി പഴയ ചോറൊക്കെ തിന്നു വെച്ചിട്ടേ ഒന്നും സംഭവിക്കാൻ പോകണമെന്നില്ല. ഇത്തിരി കണ്ടു പറഞ്ഞൊക്കെ നടക്കണം, അല്ലാണ്ട് ഇങ്ങനെ ധാരാളത്വമൊന്നും കാണിക്കണ്ട മുമ്പത്തെ പോലെ. അവൻ ജോലിക്കൊക്കെ പോയി തുടങ്ങട്ടെ, എന്നിട്ട് കാണിക്കാൻ നിന്റെ ധാരാളത്വമൊക്കെ. ഇതൊക്കെ കഞ്ഞി കുടിക്കും. മതിട്ടാ, എനിക്ക് കഴിക്കാൻ പറ്റണില്ല.
എന്താ അത്, ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞു. അതെ, 2 മാസം കൂടി കഴിഞ്ഞാൽ തന്നെ ഇത് അഴിക്കാൻ പറ്റുള്ളൂ. എന്താ ചെയ്യാ, കഷ്ടകാലത്തിന് സംഭവിച്ചു. ഞാനിപ്പോ അതല്ല പറയാൻ വന്നത്. ഇപ്പൊ എനിക്ക് കിട്ടുന്ന പെൻഷൻ കാശും കൊണ്ടാണല്ലോ ഈ വീട് കഴിഞ്ഞു പോണത്. ഗ്യാസ്, കറണ്ട് ബില്ല്, അങ്ങനെ ഒരുപാട് ചെലവുകളില്ലേ. പോരാത്ത നിന്നെ മാത്രം നോക്കിയാൽ മതിയാ? നിന്റെ പെങ്ങളും ഓരോ കാര്യങ്ങളും ആവശ്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. അവളുടെ കാര്യം എനിക്ക് നോക്കണ്ടേ? ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാകുക? എന്താ അമ്മ നിങ്ങൾ പറയുന്നത്? ഞാൻ ഇത്രയും കാലം സമ്പാദിച്ച പൈസ മുഴുവൻ ഉമ്മാന്റെ അടുത്തല്ലേ കൊണ്ടു തന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ. അതൊക്കെ നീ മുമ്പ് ആലോചിക്കണമായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുത്തി വെക്കുകയും ചെയ്തിട്ട് ഇപ്പൊ ചെലവിനും തരുന്നില്ല. 3 മാസമായില്ല ഇപ്പൊ നീ ഇങ്ങനെ കിടക്കണത്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടേ? എനിക്ക് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ 3 മാസമായില്ലേ ഞാൻ തന്നെ ഇവിടുത്തെ കാര്യങ്ങളും ചെലവുകളും ഒക്കെ നോക്കണത്. ഇത് അവളുടെ കാര്യങ്ങളും. ഇനിയിപ്പൊ നീ അവളുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിൽക്ക്. അവര് നോക്കട്ടെ നിന്നെ. അവന്റെ ഉത്തരവാദിത്വം അല്ലേ നിന്നെ നോക്കുക എന്നുള്ളത്. അവരെങ്ങനെ നോക്കാനാണ് ഉമ്മ? അവളുടെ ഉമ്മ മാത്രമല്ലേ ഉള്ളൂ അവിടെ. അവര് തന്നെ ജീവിക്കുന്നത് വീട്ടുപണിക്ക് പോയിട്ടാണ്. അങ്ങനെയുള്ള ഇവിടെ ഞാനും കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെ നോക്കുക? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് കിട്ടുന്ന പെൻഷൻ കാശ് മൊത്തം ഇവിടെ ചെലവാക്കി കഴിഞ്ഞാലേ ലാസ്റ്റ് എനിക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. തൽക്കാലത്തിരി അവളുടെ വീട്ടിൽ പോയി നിൽക്ക്. ഇക്ക, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തിനാണ്? നിങ്ങളിങ്ങനെ വയ്യാണ്ട് കിടക്കുക എന്നുള്ള വിചാരം പോലും നിങ്ങളുടെ ഉമ്മാക്കില്ല. ഇങ്ങനെ മതിയായി എനിക്ക് ഇവിടെ ജീവിച്ചിട്ട്. എന്തെടുത്തു കഴിഞ്ഞാലും ഓരോ കുറ്റങ്ങളാണ്. നിങ്ങളിനി പണിക്ക് പോണ വരെ ഉമ്മാന്റെ വായിന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വരും. വരി, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ കഞ്ഞിയാണെങ്കിലും കുറച്ച് മനസ്സമാധാനമെങ്കിലും കിട്ടും. നിങ്ങളിനി ഒന്നും പറയണ്ട. വരി, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ പോവാണ് അവളുടെ വീട്ടിക്ക്. അതാണ് നല്ലത്. എല്ലാം മാറിയിട്ട് വന്നാൽ മതി ജോലിക്കൊക്കെ പോകാൻ തുടങ്ങുമ്പോ. ഇനി ജോലിക്ക് പോകാൻ തുടങ്ങിയാൽ ഇനി വീട്ടിലിരിക്കില്ല. മനസമാധാനത്തിൽ അവിടെ ജീവിക്കാലോ. എന്തിനാണ് എല്ലാ ശമ്പളവും നിങ്ങൾ വാങ്ങിയിട്ട് മനസമാധാനമില്ലാണ്ട് ഇവിടെ ജീവിക്കുന്നത്? ആ ശമ്പളം ഉണ്ടെങ്കിലേ സമാധാനത്തിൽ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മകനോടുള്ള സ്നേഹമൊന്നും ഇല്ലല്ലോ. മകളോട് മാത്രമല്ലേ ഉള്ളൂ സ്നേഹം. ഞങ്ങൾ എന്തായാലും പോവുകയാണ്. ഇനി വീട്ടിലിരിക്കില്ല. കണ്ടില്ലടാ അവളുടെ വായി. ഇപ്പോഴോ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്താ ഒരു അഹങ്കാരമാണ് അവൾക്ക്. എന്തോ ആവട്ടെ. ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കിട്ടുന്ന പെൻഷൻ കാശുണ്ടല്ലോ, അത് മതി എനിക്ക് ജീവിക്കാൻ. ഡി മോളെ, ഒരു 2 ദിവസം ഇവിടെ വന്ന് നിൽക്കടി. എനിക്ക് നല്ല പനിയാണ്ടി. ഒരു ഗ്ലാസ് വെള്ളം തരാൻ കൂടി ഇവിടെ ആരുമില്ല. അവിടെ നിങ്ങളുടെ മകനും മരുമകളൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താണ്? അതിന് ഞാനേ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട്. ഇവിടെ കുറെ ആയില്ലേ കിടക്കണത്. പണിക്കും പോണില്ല. ഇവന്റെ ചെലവ് കാര്യങ്ങൾ, അവളുടെ ചെലവ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കണത്. അതുകൊണ്ട് എന്റെ പെൻഷൻ കാശ് കിട്ടുന്നത് മൊത്തം അവർക്ക് വേണ്ടി ചെലവാക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് പണിക്കൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ വായോ പറഞ്ഞിട്ട് വിട്ടാക്കി. അവൾക്ക് അത് ദേഷ്യം വന്ന് അവള് പറയുന്നത് ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവള് പോവുകയും ചെയ്ത്. ഇപ്പൊ എനിക്ക് തീരെ വയ്യടി, പനിയാണ്. 2 ദിവസം നീ ഇവിടെ വന്ന് നിൽക്ക്. എനിക്കൊന്നും അവിടെ വരാൻ പറ്റില്ല. അവിടെ മക്കൾക്ക് സ്കൂളിലുള്ളതാണ്. അവന്റെ കാര്യം നോക്കട്ടെ എനിക്ക്. പോരാതെ വീട് പണി നടക്കുകയാണ്, അവിടെയും പോകണം. എല്ലാം കൂടി നടക്കലുമ്മ. പനി തന്നെയല്ലേ, വേറൊന്നും അല്ലല്ലോ. അത് 2 ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മാറും. നിങ്ങളെ കൊണ്ട് ഇപ്പൊ ആരാ പിന്നെ അങ്ങോട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ. എന്തായാലും എന്നെ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് അവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ല. നീ എന്താണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നെയല്ലടി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അവനെയും കൂടി ഞാൻ സ്നേഹിച്ചിട്ടില്ല. അവന്റെ അടുത്തുനിന്നുള്ള പൈസ മൊത്തം എനിക്കല്ലടി ഞാൻ തരിക. എന്നിട്ട് ഇപ്പൊ നീ ഇങ്ങനെയൊക്കെയാണ് പറയണത്? നിങ്ങൾ എന്തായാലും 2 ദിവസം റെസ്റ്റ് എടുക്കും. പനി തന്നെയല്ലേ, അത് മാറും. ശരി, ഞാൻ ഫോൺ വെക്കണോളൂ. വെറുതെ വിളിക്കണ്ട. പാവം തന്നെ. അവനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞും വിട്ട്. അവളുണ്ടായിരുന്നെങ്കിൽ എന്നെ നന്നായി നോക്കിയിട്ടുണ്ടാവും. ഇനിയിപ്പോ എന്താ കാട്ടുക?